ഒടുവിൽ അപർണ തോമസ് ഈ ലോകത്തോട് മുഴുവൻ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ ഇത്രയും നാളും പ്രൊമോഷൻ കൊടുത്തിരുന്ന ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ടല്ല തൻ്റെ മുഖം ഇങ്ങനെ പളപളാ വിളങ്ങിയും മിനുങ്ങിയും ഇരുന്നത് എന്നും നേരെ മറിച്ച് സീക്രട്ടായിട്ട് താൻ ഒരുപാട് സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഇന്നലെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ താൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൂടെ ഈ ലോകത്തോട് റിവീൽ ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അപർണ തോമസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അപർണ തോമസിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഭയങ്കര ആർട്ടിഫിഷ്യലാണ്, ഭയങ്കര വെട്ടിത്തിളങ്ങി ഇങ്ങനെ നമ്മുടെ അലൂമിനിയം പാത്രം പോലെയാണ് അപർണ തോമസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ക്രീൻ ടു സ്ക്രീൻ കണ്ടിട്ട് ഞാൻ അവരെ താഴ്ത്തിക്കിട്ടാൻ വേണ്ടി പറയുകയായിരുന്നു. ഒരിക്കലുമല്ല. പലാരം റെസ്റ്റോറൻറ്റിൽ വെച്ച് ഞാൻ പല തവണ അപർണ തോമസിൻ്റെ ആ ഒരു ഗ്യാങ്ങിനെ കണ്ട്, ഈ ഇടയ്ക്കല്ല കേട്ടോ, 1-2 വർഷം പിറകെയാണ്, പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം നോർമലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു ഗ്ലോ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത്രമാത്രം ഒരു ഫെയർനെസ്, ഭയങ്കര ഗ്ലോ, ഇങ്ങനെ ഈ LED ലൈറ്റ്സ് ഒക്കെ കത്തിച്ച് വെച്ചേക്കുന്ന പോലത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഭംഗി അവരുടെ മുഖത്ത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായതാണ്. ഇതൊക്കെ ചെയ്തിട്ടും എന്തിനാണ് ഇവരുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ വീഡിയോ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവർ കാണിക്കുന്ന പ്രോഡക്ട്സ്, ബിക്കോസ് അവരുടെ സ്കിൻ ടോൺ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല അപർണ തോമസ് ഇത് കോസ്മെറ്റിക് ക്ലിനിക്കുകളിൽ ലക്ഷങ്ങൾ വില കൊടുത്തിട്ടാണ് ഇതുപോലെ തൻ്റെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്ത്. ഇന്നലെ ഇട്ട തൻ്റെ വീഡിയോയിൽ പുള്ളിക്കാരത്തി എടുത്തു പറയുന്നുണ്ട് ഗ്ലൂട്ടാത്തയോൺ 4-5 വർഷങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരണം വരെ വെളുത്ത് തുടുത്തങ്ങിരിക്കത്തില്ല. ഓരോ മാസവും നമ്മളൊരു മെയിൻ്റനൻസ് ഡോസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ അത് മാസത്തിൽ 1-2 ആ ക്ലിനിക്കുകാർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച്. അപ്പം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കൃത്യമായിട്ട് എല്ലാ മാസവും അവർക്കൊരു ഫോളോ അപ്പ് മെസ്സേജ്, ഒരു കോൾ ആ ക്ലിനിക്കിൽ നിന്ന് അവർക്ക് എത്തും. അപ്പോൾ അതിന് പ്രകാരം അവർ മാസത്തിൽ 1-2 തവണ വീണ്ടും ഈ ഗ്ലൂട്ടാത്തയോൺ പോയി ഇഞ്ചെക്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഡോസ് എടുക്കുമ്പോൾ തന്നെ 20,000 താഴെയോ നല്ല ക്ലിനിക്കിൽ നിന്ന്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഹോസ്പിറ്റലാണ്, എല്ലാ ഹോസ്പിറ്റലിലും ഒരു ബ്രാൻഡ് കിട്ടില്ല. ഇപ്പോൾ റിനൈ മെഡിസിറ്റിയിൽ കൊടുക്കുന്ന ബ്രാൻഡ് ഗ്ലൂട്ടാത്തയോൺ ആയിരിക്കില്ല ഈ പറയുന്ന അപർണ തോമസ് കഴിഞ്ഞ ദിവസം കാണിച്ചിരിക്കുന്ന ആ ഒരു ക്ലിനിക്കുകാർ കൊടുക്കുന്നത്. ആ ബ്രാൻഡ് ഗ്ലൂട്ടാത്തയോൺ ആയിരിക്കില്ല നിലൂഫർ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോ ക്ലിനിക്കിലും അതായിരിക്കില്ല സ്കിൻ സീക്രട്ടിൽ ഡോക്ടർ അഞ്ജന കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ക്ലിനിക്കിലും ഈ ബ്രാൻഡ് ഭയങ്കര വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടും അത്രയധികം തന്നെ വ്യത്യസ്തം ഉള്ളതായിരിക്കും. അപ്പോൾ ഇത് മരണം വരെ ഇങ്ങനെ വെളുത്ത് നമ്മൾ ഇരിക്കത്തില്ല. ഇതിന് മെയിൻ്റനൻസ് ഡോസ് എടുത്തുകൊണ്ടിരിക്കും. മരിക്കുന്നത് വരെ നമ്മൾ മാസത്തിൽ 1-2 പ്രാവശ്യം ബിലോ 20,000 ആണ് ഒരു ഡോസിന്. നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ നല്ല കോസ്മെറ്റിക് ക്ലിനിക്ക്, ഇവരെ പോലുള്ള നല്ല കോസ്മെറ്റിക് ക്ലിനിക്കിലാണെങ്കിൽ 20,000 താഴെ ഓഫ് കോഴ്സ് അങ്ങനെ ആകും. അപ്പോൾ മാസത്തിൽ 20,000 താഴെ അല്ലെങ്കിൽ 2 ഡോസ് ആണെങ്കിൽ 40,000 രൂപയിൽ താഴെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കണം. അതായത് ഇതിനെ ഇങ്ങനെ പരിപാലിച്ച് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ബോഡിയിൽ എല്ലാ മാസവും ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരു സ്കിൻ ടോൺ നമുക്കിങ്ങനെ കൂടുതൽ ഈ അലൂമിനിയം പാത്രം നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കരിയൊക്കെ ആവുകയാണെങ്കിൽ എന്തെങ്കിലും ഇട്ട് ഉരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പള ഇങ്ങനെ തിളക്കം കൂട്ടത്തില്ലേ, അത് തന്നെ നല്ലൊരു എക്സാമ്പിൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി. എത്ര കരി നമ്മൾ അടുപ്പത്ത് കൊണ്ടുവച്ചിട്ട് അത് കരി ഇങ്ങോട്ട് കയറി കറുപ്പിച്ചാണെങ്കിലും ഈ പ്രായമുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉരച്ച് അത് നല്ല അങ്ങോട്ട് വെളുപ്പിച്ച് തുടുത്ത് ഓരോ തവണ കഴുകുമ്പോഴും അതിൻ്റെ മാറ്റ് കൂടി വരുന്നത് പോലെയാണ് നമ്മുടെ സ്കിന്നും ഈ ഗ്ലൂട്ടാത്തയോണും തമ്മിൽ പ്രവർത്തിക്കുന്നത്. ഓരോ തവണ ഇതിൻ്റെ ഈ മെയിൻ്റനൻസ് ഡോസ് എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഫ്ലോലെസ്സും അതിൻ്റെ ആ ഒരു ഈ ഗ്ലോ, അതായത് ഇങ്ങനെ മിന്നലടിക്കുന്നത് പോലത്തെ ഒരു ഗ്ലോ നമുക്കത് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നാച്ചുറൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്കിൻ ടോൺ അല്ല, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോലും ഇങ്ങനത്തെ സ്കിൻ ടോൺ കിട്ടില്ല, കൊറിയയിൽ പോലും ഇത്രത്തെ സ്കിൻ ടോൺ കിട്ടില്ല. എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ. കൊറിയക്കാരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഗ്ലാസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന ആഹാരമാണ് ഒന്നാമത്തെ. കിംചി പോലുള്ള ഒരുപാട് വെജീസ് അവർ കഴിക്കും. അവർ എത്രത്തോളം നോൺ വെജ് കഴിക്കുന്നോ അതിൻ്റെ ഇരട്ടി വെജിറ്റബിൾസ്, എസ്പെഷ്യലി ലീഫി വെജീസ് അവർ കഴിക്കുന്നുണ്ട്. ആഹാരം, പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, ഇതൊക്കെ ഒരു പ്രത്യേക എടുത്തു പറയേണ്ട ഘടകങ്ങൾ തന്നെയാണ്. നേരെ മറിച്ച് അവർ കഴിക്കുന്ന ആഹാരവും അവർ കുടിക്കുന്ന സാധനങ്ങളും മുഖത്ത് പുരട്ടെ എന്ത് സാധനങ്ങളും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിപണിയിൽ കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നിങ്ങളത് എത്ര വാങ്ങിച്ച് തൂത്താലും 500 രൂപയ്ക്കാണെങ്കിൽ 1000 രൂപയ്ക്കാണെങ്കിൽ കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റൈസ് വാട്ടർ ഫേസ് വാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രൊമോഷനിലൂടെ ഇതുപോലുള്ള യൂട്യൂബേഴ്സ് കാണിക്കുന്നുണ്ട്.
ബ്യൂട്ടി വ്ളോഗേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പൊന്നും വില കൊടുത്ത് നിങ്ങളത് വാങ്ങിച്ച് യൂസ് ചെയ്താലും ഒരിക്കലും കൊറിയക്കാരെ പോലെ നിങ്ങൾക്ക് നിറം വെക്കത്തതുമില്ല, കൊറിയൻസിനെ പോലെ നിങ്ങളുടെ സ്കിൻ മാർക്കൊന്നും ഇല്ലാതെ പളപള വെട്ടിത്തിളങ്ങത്തതുമില്ല. കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം ഭയങ്കര പൊടിപടലങ്ങൾ നിറഞ്ഞതാണ്. അന്തരീക്ഷം തന്നെ, അതായത് നമ്മുടെ ക്ലൈമറ്റിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരക്രമം, ആഹാര രീതികൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. നമ്മുടെ ആഹാരം കഴിക്കുന്ന ക്രമമേ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പോലും ആഴ്ചയിൽ 2 ദിവസം ചീറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാറുണ്ട്. അതിൽ തന്നെ എല്ലാ താളപ്പിഴകളും സംഭവിക്കാനിടയുണ്ട്. അപ്പം കൊറിയൻ ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ അപർണ തോമസിനെ പോലെ വെളുത്ത് തുടുത്തിരിക്കണം എന്നുള്ളവരാണെങ്കിൽ അപർണ തോമസ് പ്രൊമോഷന് ഇട്ട് തരുന്ന ക്രീമുകൾ വാങ്ങിക്കാതിരിക്കുക. നേരെ മറിച്ച് ഇന്നലെ അപർണ തോമസ് റിവീൽ ചെയ്തിട്ടുണ്ട്, ആ ക്ലിനിക്കിൻ്റെ കോസ്മെറ്റിക് ക്ലിനിക്കിൻ്റെ പേര് റിവീൽ ചെയ്തിട്ടുണ്ട്. ആ ക്ലിനിക്കിൽ പോയി അപർണ തോമസ് എടുക്കുന്ന ഗ്ലൂട്ടാത്തയോൺ എടുക്കുക, കൊളാജിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഫില്ലേഴ്സ് എടുക്കുക. അപർണ തോമസ് ഫില്ലേഴ്സിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഹൈഡ്രാ ഫേഷ്യൽ, അതായത് ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നതിനൊപ്പം തന്നെ ഹൈഡ്രാ ഫേഷ്യൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അത് മുഖത്തിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അവർ പറയുന്നത് സത്യമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഈ ഒരാൾ കാണുമ്പോൾ, ഞാൻ അപർണ തോമസിനെ ആദ്യം കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ പല തവണ അവരെ ഇങ്ങനെ നോക്കും. ബിക്കോസ് ഇത്രയും നല്ല സ്കിൻ, ഞാൻ വീണ്ടും പറയാണ്, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് ആർട്ടിഫിഷ്യലാണ്. ഇത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്കിന്നാണ്. ഒരിക്കൽ പോലും ഈ ഒരു സ്കിൻ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടില്ല. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പ്രമോഷൻ ചെയ്യുന്ന ക്രീമുകൾ വാങ്ങിച്ച് അപർണ തോമസിനെ പോലെ ആകാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആകാൻ സാധിക്കത്തില്ല. ഇനി അവർ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ട് അപർണ തോമസ് രാവിലെ 2 ലിറ്റർ വെള്ളം കുടിക്കുന്നു, ഞാനും 2 ലിറ്റർ. അത് കഴിഞ്ഞിട്ട് അപർണ തോമസ് 3 ആപ്പിൾ കഴിക്കുന്നു, അല്ലെങ്കിൽ 3 എഗ് വൈറ്റ് യോക്ക് കഴിക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓട്ട് മീൽ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതൊക്കെ എത്ര ഫോളോ ചെയ്താലും നിങ്ങൾക്കൊരിക്കലും അപർണ തോമസിൻ്റെ സ്കിൻ കിട്ടത്തില്ല. അപർണ തോമസിൻ്റെ സ്കിൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അപർണ തോമസ് പോകുന്ന ക്ലിനിക്കിൽ അപർണ തോമസ് എടുക്കുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നിങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ. അതിന് ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 1 ലക്ഷം രൂപ ഇതിലപ്പുറത്തേക്ക് പോകുകയാണെങ്കിലേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഈ ഗ്ലൂട്ടാത്തയോൺ എടുത്ത് പിന്നെ മന്ത്ലി ഇതെല്ലാം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ പ്രൊമോഷൻ ചെയ്യുന്നതും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നതും. ബ്യൂട്ടി വ്ളോഗിങ് അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസാണ്. കഴിഞ്ഞ ദിവസം ഹെലനോസ് പാട്ട പറഞ്ഞത്, നിനക്കൊന്നും ഇത് കിട്ടാത്തത് കൊണ്ടല്ലേ നിനക്കൊക്കെ ഇത്ര അത്ഭുതം. അല്ല, നാട്ടുകാരുടെ മുഖം സ്കിൻ ഡാമേജായി പോകും എന്നറിഞ്ഞിട്ടാണ് എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവരെ പോലുള്ള ആളുകൾ സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് കോസ്മെറ്റിക് ക്ലിനിക്കുകളിൽ പോയി മുഖം നല്ല രീതിയിൽ വെളുപ്പിച്ച് ചുമപ്പിച്ച് നല്ല ഗ്ലോ ആക്കി വെച്ചിട്ട് ഇവർ ഇങ്ങനെ ക്രീമുകൾ പ്രൊമോഷൻ ചെയ്യും. കാരണം ഇവരിങ്ങനെ സീക്രട്ടായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ തൊഴിൽ, ആളുകൾ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരിക്കലും ഇവരുടെ വീഡിയോ കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവർ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾ വാങ്ങിക്കാതെ ഇരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അപർണയെക്കുറിച്ച് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ അപർണ കാണിച്ചിരിക്കുന്ന പോൺസിൻ്റെ ക്രീമാണ്. എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് പോൺസിൻ്റെ ക്രീം നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പോൺസിൻ്റെയൊക്കെ ക്രീം നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയതാണോ എന്ന് പോലും, അതുപോലെ നിവിയ, ഇതൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയതാണോ എന്ന് നല്ല, നിവിയൊക്കെ എസ്പെഷ്യലി അറബ്സിൻ്റെയൊക്കെ സ്കിന്നിനാണ് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ്. നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് പോലെ അവരും തൊഴിൽ ചെയ്യുന്നു, അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. ഇത്ര പ്രോഡക്റ്റ് ഇവർക്ക് പ്രൊമോഷൻ കൊടുത്താൽ അവരതിനുള്ള വേജ് കൊടുക്കും. അപ്പോൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അല്ലാതെ ഡെയിലി അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ പൊട്ടന്മാരും നമ്മളൊക്കെ ബുദ്ധിമാന്മാരും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും പറയുമോ? പിന്നെ എന്തിനാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നത്? നമ്മളൊരു ഇഞ്ചി വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാൽ നീ എന്ത് സാധനമാണ് വാങ്ങിച്ച് തേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിയാണ് തേക്കുന്നതെന്ന് പറയുമോ? ഇല്ല. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെക്കുമ്പോൾ അവരും മനുഷ്യന്മാരെ പോലെ അല്ലേ, നമ്മളെപ്പോലുള്ള കൾച്ചറൊക്കെ തന്നെയല്ലേ അവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ദയവ് ചെയ്ത് മനസ്സിലാക്കുക.